കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമയ്ക്കെതിരായ എല്ലാ അച്ചടക്ക നടപടിയും ഹൈക്കോടതി റദ്ദാക്കി. രമയ്ക്കെതിരായ അന്വേഷണം ഏകപക്ഷീയമെന്നും അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലും താൽപര്യമുണ്ടോ എന്നും ഹൈക്കോടതി വിമർശിച്ചു. പ്രിൻസിപ്പലിനെ ആക്രമിച്ച SFI പ്രവർത്തകർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി ചോദിച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ ചേർന്നു. ശ്രീകാന്ത്, വലിയ വിമർശനമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ SFIക്കും സർക്കാരിനും ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് കോളേജിലെ മുൻ പ്രിൻസിപ്പാളിനെതിരായ എല്ലാ അച്ചടക്ക നടപടിയും ഹൈക്കോടതി റദ്ദാക്കി. ഡോക്ടർ രമയ്ക്കെതിരായ നടപടികളാണ് കോടതി റദ്ദാക്കിയത്. രമയ്ക്കെതിരായ അന്വേഷണം ഏകപക്ഷീയമാണെന്ന് ഹൈക്കോടതി പറയുന്നു. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലും താല്പര്യവും ഉണ്ടായി എന്ന് ഹൈക്കോടതി പറയുന്നു. പ്രിൻസിപ്പലിനെ ആക്രമിച്ച് SFI പ്രവർത്തകർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് കോടതി ചോദിച്ചു. പ്രിൻസിപ്പലിനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനാ അവകാശമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അച്ചടക്ക നടപടിയെടുത്തതിനെ ഹനിക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഒരു പ്രിൻസിപ്പാളിനെ ഘരാവോ ചെയ്യാനും ആക്രമിക്കാനും SFIക്ക് എന്ത് അവകാശമാണുള്ളതെന്നും പ്രിൻസിപ്പാളിനെതിരായ രണ്ടാം നടപടിയും അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമാണെന്നും കോടതി അടിവരയിട്ട് പറയുന്നു. മാർച്ച് 31 വിരമിക്കാനിരിക്കെയാണ് ഡെപ്യൂട്ടി ഡയറക്ടർ രണ്ടാം കുറ്റപത്രം നൽകിയത്. 2022 അഡ്മിഷൻ സമയത്ത് കുട്ടിയോട് മോശമായി പെരുമാറിയെന്നായിരുന്നു രണ്ടാമത്തെ അച്ചടക്ക ലംഘനമായി കണ്ടെത്തിയത്. ഈ ആക്ഷേപങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കില്ലെന്ന് കോടതി ഇപ്പോൾ പറയുന്നു. അതായത് അടിമുടി തിരിച്ചടി സർക്കാരിനും SFIക്കും ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നും എന്നുള്ളതാണ് വസ്തുത. ശരി, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമയ്ക്കെതിരെ എല്ലാ അച്ചടക്ക നടപടിയും ഹൈക്കോടതി റദ്ദാക്കി. അതിനോടൊപ്പം രൂക്ഷ വിമർശനവും ഹൈക്കോടതി ഉന്നയിക്കുന്നു. സർക്കാരിനെയും SFI സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രഹരം, തിരിച്ചടി. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.